എല്ലാവർക്കും മല്ലൂഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബസൂക്ക, മിറാഷ്, ലോക തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ഒരു വടക്കൻ പ്രണയപർവ്വം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു മലയാള സിനിമയാണ്. തിയേറ്ററുകളിൽ ഫ്ലോപ്പായ സിനിമയാണിത്. ഈ ചിത്രം ഇന്ന് മനോരമ മാക്സിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് റാംബോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. അരുൾനിധി നായകനായ തമിഴ് സിനിമയാണ് റാംബോ. ഇതൊരു ഡയറക്റ്റ് OTT മൂവിയാണ്. ഈ സിനിമയുടെ ട്രെയിലർ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഒക്ടോബർ മാസം 10 സൺ നെക്സ്റ്റിലാണ് റാംബോ സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് OG എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോഴും തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് OG. പവൻ കല്യാണാണ് സിനിമയിലെ നായകൻ. ഈ സിനിമയുടെ OTT അവകാശം വാങ്ങിച്ചിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. ഈ മാസം ലാസ്റ്റോടുകൂടി OG സിനിമ OTT റിലീസ് ചെയ്തേക്കും. മലയാളം ലാംഗ്വേജിലും സിനിമ അവൈലബിൾ ആയിരിക്കും. അടുത്തൊരു അപ്ഡേറ്റ് ആഭ്യന്തര കുറ്റവാളി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ആസിഫ് അലി നായകനായ സിനിമയാണ് ആഭ്യന്തര കുറ്റവാളി. ഇതൊരു കോമഡി മൂവിയാണ്. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് ആഭ്യന്തര കുറ്റവാളി നേടിയെടുത്തത്. ഇപ്പോഴിതാ സിനിമയുടെ OTT അവകാശം C5 ആണ് വാങ്ങിച്ചിരിക്കുന്നത്. സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒക്ടോബർ മാസം 15 ആഭ്യന്തര കുറ്റവാളി OTT റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഗഡ്സ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. ഈ ചിത്രം ഇന്ന് സിംപ്ലി സൗത്തിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ഡൊമിനിക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് ഡൊമിനിക്. എന്നിട്ടും ആരാധകർ OTTക്ക് കാത്തിരിക്കുകയാണ്. ഒരു OTT പ്ലാറ്റ്ഫോമും ഇതുവരെ ഡൊമിനിക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. സിനിമ തിയേറ്ററിൽ ഇറങ്ങിയിട്ട് മാസങ്ങളായി. ഇപ്പോൾ ഒടുവിൽ ആമസോൺ പ്രൈം ഡൊമിനിക് വാങ്ങിച്ചെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. മമ്മൂട്ടി, ഗോകുൽ സുരേഷാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയായിരുന്നു ഡൊമിനിക്. പക്ഷേ സിനിമയ്ക്ക് വിജയിക്കാൻ സാധിച്ചില്ല. ഒക്ടോബർ മാസം അവസാനത്തെ വീക്കോടുകൂടി ഡൊമിനിക് സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് കുയിലി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. എവറേജ് അഭിപ്രായമാണ് കുയിലി സിനിമയ്ക്ക് ലഭിച്ചത്. ഈ ചിത്രം ഇന്ന് ആമസോൺ പ്രൈമിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ആളൊരുക്കം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ദ്രൻസ് നായകനായ സിനിമയാണ് ആളൊരുക്കം. ഈ സിനിമ ഇന്ന് മനോരമ മാക്സിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമയുടെ ഏറ്റവും പുതിയ ഭാഗം നേരത്തെ തന്നെ OTT റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഭാഷയിൽ അവൈലബിൾ ആയിരുന്നില്ല. ഇപ്പോഴിതാ തമിഴ് ഹിന്ദി വെർഷൻ ഈ മാസം 16 ഹോട്ട്സ്റ്റാറിൽ OTT റിലീസ് ഉണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് രാമചന്ദ്ര ബോസണക്കോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായം രാമചന്ദ്ര നേടിയെടുത്തു. എന്നിട്ട് സിനിമയുടെ OTT റിലീസാക്കിയിട്ടില്ല. 2023 രാമചന്ദ്ര റിലീസാക്കിയത്. നിവിൻ പോളിയാണ് സിനിമയിലെ നായകൻ. ഇപ്പോൾ ഒടുവിൽ വർഷങ്ങൾക്ക് ശേഷം രാമചന്ദ്ര OTTയിലെത്തുകയാണ്. ആമസോൺ പ്രൈമിൽ ഒക്ടോബർ മാസം ലാസ്റ്റ് വീക്കോടുകൂടി രാമചന്ദ്ര ബോസണക്കോ OTT റിലീസ് ചെയ്യും. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ്സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ല അഭിപ്രായങ്ങൾ നേടിയെടുത്ത സിനിമയായിരുന്നു ഗെറ്റ്സെറ്റ് ബേബി. ഫാമിലി പ്രേക്ഷകർക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. നല്ല രീതിയിൽ കോമഡിയും സിനിമയിലുണ്ട്. ഉണ്ണിമുകുന്ദനാണ് സിനിമയിൽ നായകനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴിതാ ഗെറ്റ്സെറ്റ് ബേബി OTT റിലീസിന് ഒരുങ്ങുകയാണ്. ഇത്രയും നല്ല അഭിപ്രായങ്ങൾ കിട്ടിയിട്ടും ഈ സിനിമയുടെ OTT ഇതുവരെ വിറ്റുപോയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അവസാനം ആമസോൺ പ്രൈമും മനോരമ മാക്സുമാണ് ഗെറ്റ്സെറ്റ് ബേബിയുടെ OTT അവകാശം വാങ്ങിച്ചിട്ടുള്ളത്. ഒക്ടോബർ മാസം ലാസ്റ്റ് വീക്കോടുകൂടി ഗെറ്റ്സെറ്റ് ബേബി റിലീസാക്കും. അടുത്തൊരു അപ്ഡേറ്റ് മിറാഷ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ജിത്തു ജോസഫിന്റെ ഏറ്റവും പുതിയ സിനിമയായിരുന്നു മിറാഷ്. ഒരുപാട് സസ്പെൻസ് സിനിമയിലുണ്ട്. വ്യത്യസ്തമായ കഥയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. ഈ ഒരു ത്രില്ലർ സിനിമയുടെ OTT ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. അപർണ ബാലമുരളി, ആസിഫാണ് മിറാഷ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT അവകാശം സോണി ലീവ് ആണ് വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ ഒക്ടോബർ മാസം ലാസ്റ്റ് വീക്കോടുകൂടി OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ടാലും ബസൂക്കയുടെ OTTക്ക് വലിയ ഡിമാൻഡാണ്. C5 OTT അവകാശം വാങ്ങിച്ചുവെന്നാണ് നേരത്തെ പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ C5ൽ ഒരുപാട് സിനിമകൾ റിലീസാക്കി. ഇതുവരെ ബസൂക്ക റിലീസാക്കിയിട്ടില്ല. ഒരുപക്ഷെ C5 ബസൂക്ക സിനിമ ലൈറ്റ് ആക്കിയിട്ട് റിലീസാക്കാനായിരിക്കും പദ്ധതി. മമ്മൂട്ടി മികച്ച ആക്ഷനാണ് ബസൂക്കയിൽ കാഴ്ചവെച്ചത്. ഒക്ടോബർ മാസം ലാസ്റ്റ് വീക്കോടുകൂടി ബസൂക്ക സിനിമ C5ൽ വന്നേക്കും. അവസാനത്തെ ഒരു അപ്ഡേറ്റ് ലോക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഏകദേശം 200 കോടിക്ക് മുകളിൽ സിനിമ കളക്ഷൻ നേടി. മലയാളത്തിലെ ഇൻഡസ്ട്രി ഹിറ്റായിരിക്കുകയാണ് ലോക സിനിമ. ഈ സിനിമയുടെ OTTക്ക് വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. കല്യാണി, നസ്ലിൻ, ദുൽഖർ, ടോവിനോ തുടങ്ങി ഒരുപാട് പേരെ അഭിനയിച്ച സിനിമയാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ലോകയുടെ സെക്കൻഡ് പാർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ നെറ്റ്ഫ്ലിക്സ് ആണ് ലോക സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. റെക്കോർഡ് തുകയ്ക്കാണ് ലോക സിനിമ വിറ്റുപോയത്. ലോക സിനിമ മാക്സിമം കളക്ഷൻ നേടാൻ വേണ്ടിയാണ് ദുൽഖർ സൽമാൻ OTT ഇപ്പോൾ ലേറ്റ് ആക്കിയിരിക്കുന്നത്. ഇല്ലെങ്കിൽ
നേരത്തെ തന്നെ വന്നേനെ. ഒക്ടോബർ മാസം സെക്കൻഡ് വീക്കോട് കൂടി ലോക സിനിമ നെറ്റ്ഫ്ലിക്സിൽ വരും. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.